ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 24 പ്രഹ്ലാദ ചരിതം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന രണ്ട് അസുരന്മാർ ഹിരണ്യാക്ഷനെ വധിച്ചതിൽ കോപം പൂണ്ട് ഹിരണ്യകശിപു ഭഗവാനെ നിഗ്രഹിക്കുമെന്ന് അസുര സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി ഹിരണ്യകശിപു തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. ദേവന്മാർക്കോ മനുഷ്യർക്കോ പക്ഷിമൃഗാദികൾക്കോ അവരിൽ നിന്നൊന്നും തനിക്കൊരു മരണം ഉണ്ടാവരുത് എന്നതായിരുന്നു ആ അനുഗ്രഹം. ആ അനുഗ്രഹം കൂടി കിട്ടിയപ്പോൾ അഹങ്കാരം പൂണ്ട് ഹിരണ്യകശിപു ദേവേന്ദ്രനെ വരെ പുറത്താക്കിയിട്ട് സ്വർഗലോകം വരെ അവന്റെ അധീനതയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഭഗവാനെ വധിക്കാനായിട്ട് വൈകുണ്ഠത്തിലും എത്തി. അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഭയന്ന് ഭഗവാൻ ഓടി ഒളിച്ചു എന്ന് കരുതിയിട്ട് താൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഹിരണ്യകശിപു തെറ്റിദ്ധരിച്ചു. അങ്ങനെ സ്വന്തം രാജ്യത്തിൽ വന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പുത്രൻ ജനിക്കുകയാണ്. അതാണ് പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദന്റെ മനസ്സിൽ ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന ഒരു ഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശിപു അസുര ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കുവാനായിട്ട് പ്രഹ്ലാദനെ അയച്ചു. അപ്പോൾ പ്രഹ്ലാദനോട് ഈ അസുര ഗുരുക്കന്മാർ ആസുരികമായ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തെങ്കിലും പ്രഹ്ലാദൻ അതിനെ ഒന്നും എതിർക്കുന്നുണ്ടായിരുന്നില്ല. ആ കുഞ്ഞു ബാലൻ അവിടെ ഇരുന്ന് അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇതെല്ലാം തിന്മയ്ക്കുള്ളതാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ കാലം അസുരഗുരുക്കന്മാരുടെ കീഴിൽ ശിക്ഷണമൊക്കെ കിട്ടിയ പ്രഹ്ലാദനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ ഒരു ദിവസം പ്രഹ്ലാദനെ പിതാവായ ഹിരണ്യകശിപു അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് ഇനി നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 6. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതി അസ്യ ഇതി അഭിവിധൻ വധോപായാൻ അസ്മിൻ വ്യധനുത ഭവത്പാദശരണേ. അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ അഥ തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യഃ രോഷിത്വാ സഹജമതി അസ്യ ഇതി അഭിവിദൻ വധോപായാൻ അസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. അതീതേഷു ശ്രേഷ്ഠം കിം, അതായത് ഹിരണ്യകശിപു തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, നീ പഠിച്ചവയിൽ വെച്ച് ഉത്തമം എന്താണ്? അതാണ് അതീതേഷു ശ്രേഷ്ഠം കിം. കിം എന്ന് വെച്ചാൽ എന്താണ് നീ ഇതുവരെ അസുര ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് എന്താണ്? ഇതി പരിപൃഷ്ടേ എന്ന് ചോദിച്ചപ്പോൾ തനയേ ഭവദ്ഭക്തിം, ആ മകൻ പ്രഹ്ലാദൻ പറഞ്ഞു, നിഷ്കളങ്കമായ ഭഗവത് ഭക്തിയാണ് ഉത്തമം. തനയേ ഭവദ്ഭക്തിം, ആ മകൻ നിഷ്കളങ്കമായ ഭഗവത് ഭക്തിയാണ് ഉത്തമമെന്ന് വര്യാം അഭിഗതതി, നേരിട്ട് അച്ഛനോട് പറഞ്ഞു. അഥാ, അപ്പോൾ സഹ, ആ ഹിരണ്യകശിപു പര്യാകുലധൃതി, സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടവനായി. അതോടെ ഹിരണ്യകശിപു സന്തോഷം മുഴുവൻ പോയി. ഗുരുഭ്യോ രോഷിത്വാ, ആ ഗുരുക്കന്മാരുടെ നേരെ കോപിച്ചു. അതായത് ഗുരുക്കന്മാർ ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് തൻ്റെ മകൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു ഗുരുക്കന്മാരോട് ദേഷ്യപ്പെട്ടപ്പോൾ ആ ഗുരുക്കന്മാർ ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ഇത് അസ്യ, ഇവന്റെ
സഹജമതിഹി സ്വാഭാവികമായ ബുദ്ധിയാണ്. അതായത് ഇവൻ പ്രകൃതിദത്തമായി ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. ഇത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചതല്ല, ഇത് അവന്റെ പ്രകൃതിദത്തമായി അവന് കിട്ടിയതാണ് ഈ ഭഗവത് ഭക്തി എന്ന് ഗുരുക്കന്മാർ ഹിരണ്യകശിപുവിനോട് പറഞ്ഞു. ഇതി അഭിവിദൻ, ഇത് കേട്ട് നല്ലവണ്ണം മനസ്സിലാക്കിയ ഹിരണ്യകശിപു ഭവത് പാദശരണേ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച അസ്മിൻ, തന്റെ പുത്രനായ ഹിരണ്യാക്ഷന് നേരെ വധോഭായാൻ, കൊല്ലാനുള്ള മാർഗങ്ങൾ വ്യതനുത പ്രയോഗിച്ചു തുടങ്ങി എന്ന്. അപ്പോൾ ഭഗവാന്റെ ഭക്തനാണ് മകൻ എന്ന് അറിഞ്ഞപ്പോ മകനെ കൊല്ലാൻ വരെ മടിച്ചില്ല ആ പിതാവ് എന്നാണ് പറയുന്നത്. മകനെ ആസുരികമായ കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ അസുര ഗുരുക്കന്മാരുടെ അടുത്ത് വിട്ടിട്ടും അവനൊരു മാറ്റം വന്നില്ല എന്ന് കണ്ടപ്പോൾ മകനെ പിടിച്ചിരുത്തി, നീ ഇതുവരെ പഠിച്ചതിൽ എന്താണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ഭക്തിയാണ് ഏറ്റവും ഉത്തമമെന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാരോടാണ് ആദ്യം കോപിച്ചത്. അപ്പൊ ഗുരുക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, ഇത് അവൻ ജനിച്ചപ്പോഴേ അവനിൽ പ്രകൃതിദത്തമായി കിട്ടിയതാണ് ഈ അറിവ്, ഇത് ഞങ്ങളായി പഠിപ്പിച്ചു കൊടുത്തതല്ല എന്ന് ഗുരുക്കന്മാർ പറഞ്ഞു. അപ്പോ ഹിരണ്യകശിപുവിന് മനസ്സിലായി ഇത് തിരുത്താൻ പറ്റില്ല എന്ന്. അങ്ങനെ വന്നപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്ന തന്റെ പുത്രനെ വധിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ശ്ലോകം 7. പ്രഹ്ലാദന്റെ ഭക്തി. ആ ഭക്തിയുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഭക്തിയെ, അതിന്റെ ഫലം എന്തായിരുന്നു, അതാണ് ഈ ശ്ലോകത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. സശൂലേ ആവിദ്ധ സുബഹുമതിദോ ദിഗ്ഗജഗണൈ മഹാസർപ്പൈർദഷ്ടോഭ്യ അനശനകരാഹാരവിദുതാ ഗിരീന്ദ്രാവക്ഷിപ്തോപി ഹഹ പരമാത്മന്നയി വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. സഹ ശൂലൈഃ ആവിദ്ധഃ സുബഹു മഥിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടഃ അഭി അനശന ഗരാഹാരവിദുതഃ ഗിരീന്ദ്രാവക്ഷിപ്തഃ അഭി ഹാ ഹാ പരമാത്മൻ അയി വിഭോ ത്വയി ന്യസ്ത ആത്മത്വാത് കിം അപി ന നിപീഡാം അഭജത. അയി വിഭോ പരമാത്മൻ, ഹേ സർവശക്ത പരബ്രഹ്മമൂർത്തി. സഹ ആ പ്രഹ്ലാദൻ സുബഹു പല പ്രാവശ്യവും ശൂലൈഹി ശൂലങ്ങളാൽ ആവിദ്ധഃ അഭി പിളർക്കപ്പെട്ടു എങ്കിലും, അപ്പൊ തന്റെ പിതാവ് പ്രഹ്ലാദനെ വധിക്കാൻ നോക്കുകയാണ്. പല പ്രാവശ്യം ശൂലങ്ങൾ കൊണ്ട് പ്രഹ്ലാദന്റെ ശരീരം പിളർക്കപ്പെട്ടു എങ്കിലും ദിഗ്ഗജഗണൈഹി മദിതഃ അഭി വലിയ വലിയ ആനകളുടെ കൂട്ടത്താൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു. അഭി എന്ന് വെച്ചാൽ എങ്കിലും. മഹാസർപ്പൈഹി ദഷ്ടഃ അഭി കൊടും പാമ്പുകളാൽ കടിപ്പിക്കപ്പെട്ടു എങ്കിലും. അനശന ഗരാഹാര വിതുതഃ അഭി ഭക്ഷണം കൊടുക്കാതെയും, അതാണ് അനശന. ഗരാഹാര വിതുതഃ വിഷം കൊടുത്തു ഉപദ്രവിക്കപ്പെട്ടു എങ്കിലും. കുറെ കാലം ഭക്ഷണം കൊടുക്കാതെ ഇട്ടു, കുറെ കാലം ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തും ഉപദ്രവിക്കപ്പെട്ടു എങ്കിലും. ഗിരീന്ദ്ര അവക്ഷിപ്തഃ അഭി വലിയ വലിയ കുന്നുകളുടെ മീതെ നിന്നും താഴേക്ക് തള്ളിയിടപ്പെട്ടു എങ്കിലും. ത്വയി ന്യസ്ത ആത്മത്വാത് ഭഗവാനെ അവിടത്തിൽ അങ്ങയിൽ ആത്മസമർപ്പണം ചെയ്തവനായതുകൊണ്ട് നിപീഡാം കിം അഭി ഈ പീഡകളെ എല്ലാത്തിനെയും ന അപജത ഒരു തരത്തിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രഹ്ലാദൻ അനുഭവിച്ചില്ല. ആഹാഹാ, അയ്യോ അത്ഭുതം തന്നെയാണ് ഇത്. അത് മേൽപ്പത്തൂരാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിതാവായ ഹിരണ്യകശിപുവിനാൽ പല രീതിയിലാണ് പ്രഹ്ലാദൻ ഉപദ്രവിക്കപ്പെട്ടത്. സ്വന്തം അച്ഛനിൽ നിന്നാണെന്ന് ഓർക്കണം കേട്ടോ. അതും പല പ്രാവശ്യം പ്രഹ്ലാദൻ ശൂലങ്ങളാൽ ശരീരം പിളർക്കപ്പെട്ടു. വലിയ വലിയ ആനകളുടെ കൂട്ടത്താൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു.
കൊടും പാമ്പുകളാൽ കടിക്കപ്പെട്ടു. ഭക്ഷണം കൊടുക്കാതെ കുറെ കാലം പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കി. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു കൊല്ലാൻ നോക്കി. വലിയ വലിയ കുന്നുകളുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടും തൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ആ ഭഗവാനിൽ അർപ്പിച്ചു കഴിയുന്ന ആ പ്രഹ്ലാദനെ ഇതൊന്നും തന്നെ, ഈ പീഡകളൊന്നും തന്നെ അവനെ ഒരു തരത്തിലും ബാധിച്ചില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പ്രഹ്ലാദൻ അനുഭവിച്ചില്ല. ഇത് ആശ്ചര്യം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ, പ്രഹ്ലാദൻ പരിപൂർണമായും തൻ്റെ ശരീര മനോബുദ്ധിയെ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഭഗവാൻ ഇല്ലാതെ ഈ ലോകത്ത്, ഭഗവാൻ അല്ലാത്തതായിട്ട് ഈ ലോകത്ത് പ്രഹ്ലാദന് ഒന്നും കാണാൻ കഴിയുന്നില്ല. താൻ അനുഭവിക്കുന്ന ശാരീരിക പീഡകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും അതുപോലെ സന്തോഷങ്ങളും എല്ലാം ഭഗവാനാൽ നൽകപ്പെട്ടതായതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടു കൂടി പ്രഹ്ലാദൻ സ്വീകരിച്ചു. ഓരോ വേദനയും ഇപ്പൊ ആനകളാൽ ചവിട്ടപ്പെടുമ്പോൾ ഭഗവാനാണ് തന്നെ ചവിട്ടുന്നത്. പിതാവ് ഉപദ്രവിക്കുമ്പോൾ പിതാവിലും ഭഗവാനെ കാണാം. ഭഗവാനാണ് തന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ സന്തോഷത്തോടു കൂടി ഭഗവാൻ തരുന്ന വരപ്രസാദമായിട്ടാണ് പ്രഹ്ലാദൻ കണ്ടത്. അപ്പോൾ ഭഗവാൻ പറയാറുണ്ട്, ആരാണോ തന്നിൽ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നത് ആ ഭക്തന്റെ ദാസനാണ് ഭഗവാൻ എന്ന്. അപ്പോൾ അങ്ങനെ പ്രഹ്ലാദൻ എല്ലാത്തിനെയും സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പ്രഹ്ലാദന്റെ ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ ഒരു വേദനയും അനുഭവിക്കാത്ത രീതിയിൽ പ്രഹ്ലാദനെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുകയാണ്. അത് ആ ഭക്തിയുടെ നിശ്ചയദാർഢ്യം, സുഖത്തിലും ദുഃഖത്തിലും ഭഗവാനെ കണ്ടുകൊണ്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഭക്തി, അതാണ് പ്രഹ്ലാദനെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത രീതിയിൽ ഭഗവാൻ പ്രഹ്ലാദനെ സംരക്ഷിക്കാനുള്ള കാരണം. അത് കണ്ടിട്ടാണ് മേൽപ്പത്തൂർ അത്ഭുതപ്പെട്ടിട്ട് ആശ്ചര്യം തന്നെ എന്ന് പറയുന്നത്. ശ്ലോകം 8. തദശങ്കാവിഷ്ടസ പുനരതി ദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ് ഗേഹേ കില വരുണപാശൈസ്തമരുണത് ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമഭി വിജ്ഞാനമശിഷത്. തതഃ ശങ്കാവിഷ്ടഃ സഃ പുനഃ അതി ദുഷ്ടഃ അസ്യ ജനകഃ ഗുരുക്ത്യാ തദ് ഗേഹേ കില വരുണപാശൈഃ തം അരുണത് ഗുരോഃ ച അസാന്നിധ്യേ സഃ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേഃ തത്വം പരമം അഭി വിജ്ഞാനം അശിഷത്. അതിദുഷ്ടഃ സഹ, അതിദുഷ്ടനും അസ്യ ജനകഃ, ആ പ്രഹ്ലാദന്റെ അച്ഛനുമായ സഹ, ആ ഹിരണ്യകശിപു, തതഃ ശങ്കാവിഷ്ടഃ, അതുകൊണ്ട് തന്നെ വളരെ ശങ്കിതനായി എന്ന് വെച്ചാൽ തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടില്ലേ, പല രീതിയിലും മകനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും പ്രഹ്ലാദന് മരണം സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പ്രഹ്ലാദന്റെ അച്ഛനും അതിദുഷ്ടനുമായ ഹിരണ്യകശിപു വളരെ ശങ്കിതനായി. പുനഃ പിന്നീട് ഗുരുക്ത്യ ഗുരുവാക്കുകൾ കേട്ട് തത് ഗേഹേ ഗുരുവിന്റെ ഗ്രഹത്തിൽ വരുണപാശൈഹി തം അരുണത് കില, വരുണപാശങ്ങളെ കൊണ്ട് ആ പ്രഹ്ലാദനെ ബന്ധിച്ചുവല്ലോ എന്ന്. അപ്പോൾ ദുഷ്ടനും പ്രഹ്ലാദന്റെ പിതാവുമായ ഹിരണ്യാക്ഷനെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവനെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ശങ്ക തോന്നി. ഈ സമയം അസുരഗുരു വന്ന് ഉപദേശിച്ചു. ഗുരുവിന്റെ ഗ്രഹത്തില് പ്രഹ്ലാദനെ വരുണപാശം കൊണ്ട് കെട്ടിയിടാമെന്ന് തീരുമാനിച്ചു. എന്നാൽ സഹ, ആ പ്രഹ്ലാദനാകട്ടെ ഗുരോഹോ അസാന്നിധ്യേ, ഗുരു ആ ഗ്രഹത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് അനുഗാൻ ദൈത്യതനയാൻ, തൻ്റെ കൂട്ടുകാരായ അസുരബാലന്മാരോട് പുനഃ വീണ്ടും ഭവത് ഭക്തേ തത്വം, ഭഗവാന്റെ ഭക്തിയുടെ തത്വവും പരമം വിജ്ഞാനം, അതി ഉത്കൃഷ്ടമായ മോക്ഷ ഉപായജ്ഞാനവും അശിഷത്, ഉപദേശിച്ചു കൊടുത്തു എന്ന്. അതായത് ഹിരണ്യാക്ഷനെ പല രീതിയിലും ഹിരണ്യകശിപുവിനെ പല രീതിയിലും
മകനെ പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചിട്ടും കൊല്ലാൻ പറ്റാണ്ടായപ്പോൾ ശങ്ക വന്നു. ഈ സമയത്ത് ഗുരു പറയാണ്, ഗുരുവിന്റെ ഗൃഹത്തിൽ അവനെ വരുണപാശത്താൽ കെട്ടിയിടാമെന്ന് ഉപദേശിച്ചു. അങ്ങനെ പ്രഹ്ലാദനെ കൊണ്ടുപോയി ഗുരുവിന്റെ ഗൃഹത്തിൽ കെട്ടിയിട്ടു. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും ഗുരു വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ തൻ്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള അസുരബാലന്മാർക്ക് ഭഗവാനിലുള്ള ഭക്തി എന്താണ് നിഷ്കളങ്കമായ ഭക്തിയുടെ തത്വം, അതുപോലെ ഉത്കൃഷ്ടമായ മോക്ഷം നേടാനുള്ള ഉപായമാകുന്ന ജ്ഞാനത്തെയും ഉപദേശിച്ചു കൊടുത്തു. കാരണം പ്രഹ്ലാദൻ നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ആസുരികമായ കർമ്മങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് പഠിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ ലോക ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല എന്ന് പ്രഹ്ലാദന് മനസ്സിലായപ്പോൾ അവരോടൊരു സഹതാപം തോന്നി. അപ്പൊ ആരുമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ പ്രഹ്ലാദൻ കൂട്ടുകാർക്ക് ഭഗവത് തത്വ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 9. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം വൃഷാന്തപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാഭി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗധീത്. പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം ത്വത് സ്തുതിപരം രുഷാന്തഃ പ്രാഹ ഏനം കുലഹതക കഹ തേ ബലം ഇതി ബലം മേ വൈകുണ്ഠഃ തവ ച ജഗതാം ച അഭി സഹ ബലം സഹ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയം അഗതീത്. പിതാ അച്ഛനായ ബാലപ്രകരം, അതൊരു അച്ഛനായ ഹിരണ്യകശിപു, ബാലപ്രകരം അസുരബാല സമൂഹം മുഴുവനും, അഖിലം എന്ന് വെച്ചാൽ മുഴുവനും, ത്വതു സ്തുതി പരം ശൃണ്വൻ ഭഗവാനെ സ്തുതിക്കുന്നതിൽ താല്പര്യമുള്ളവരാക്കി തീർക്കുന്നത് കണ്ടിട്ട്. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുവല്ലോ, പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരായ അസുരബാലന്മാരെയൊക്കെ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിച്ചു ഹിരണ്യകശിപു. അപ്പോൾ പ്രഹ്ലാദന്റെ അച്ഛനായ ഹിരണ്യകശിപു അസുരബാല കൂട്ടങ്ങളെ, സമൂഹത്തെ മുഴുവനും ഭഗവാനെ സ്തുതിക്കുന്നതിൽ താല്പര്യമുള്ളവരാക്കി തീർക്കുന്നത് അത് കണ്ടിട്ട് രുഷാന്തഃ ഏനം കോപം കൊണ്ട് ജ്വലിച്ചിട്ട് ആ പ്രഹ്ലാദനോട് ഇപ്രകാരം പറഞ്ഞു. കുലഹതക കഹ തേ ബലം ഇതി പ്രാഹ, അല്ലയോ കുലദ്രോഹി, ആരാണ് നിന്റെ ബലം? കഹ തേ ബലം, ആരാണ് നിന്റെ ഈ ബലം? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എവിടുന്ന് ധൈര്യം വന്നു? ആരാണ് നിന്റെ ബലം? കുലദ്രോഹി ഇതി പ്രാഹ, ഇപ്രകാരം സ്വന്തം മകനായ പ്രഹ്ലാദനോട് ചോദിച്ചു. എന്നാൽ ധീരഃ അയം, ധീരനും ബുദ്ധിമാനുമായ ആ പ്രഹ്ലാദൻ നിർഭയനായി നിന്നുകൊണ്ട് അച്ഛന് മറുപടി കൊടുത്തു. മേ ബലം വൈകുണ്ഠഃ, സാക്ഷാത് വിഷ്ണു ഭഗവാനാണ് എൻ്റെ ബലം. ആ ഭഗവാൻ എൻ്റെ മാത്രമല്ല, തവ ച, അങ്ങയുടെയും ബലം ആ വിഷ്ണു ഭഗവാനാണ്. ജഗതാം ച അഭി, ഈ ലോകത്തിന്റെ മുഴുവൻ ബലവും ആ ഭഗവാൻ തന്നെ, ബലം സഹ, ആ ഭഗവാൻ തന്നെയാകുന്നു. ത്രൈലോക്യം സഹ ഏവ, ഈ 3 ലോകവും ആ ഭഗവാൻ തന്നെ. ഇതി സകലം അഗതീത്, എന്നിങ്ങനെ എല്ലാം, മനസ്സിലുള്ളതെല്ലാം അച്ഛൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞു. അതിനുള്ള ധൈര്യം പ്രഹ്ലാദൻ ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ മാത്രമാണ് ഭഗവാന്റെ ഭക്തനായിരുന്നത്. ഇപ്പോൾ മറ്റുള്ള അസുരക്കുട്ടികളെ കൂടി പ്രഹ്ലാദൻ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അതിൽ താല്പര്യമുള്ളവരാക്കി തീർക്കുകയാണ്. കാരണം പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്രയൊക്കെ മറ്റുള്ള അസുരക്കുട്ടികൾ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ, എത്രയൊക്കെ ഏതൊക്കെ തരത്തിലാണ് പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കുന്നത്, ഇത്രയും യാതനകൾ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നീ ആ വിഷ്ണുവിനെ പൂജിക്കുന്നത് കൊണ്ടാണ് എന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു, ഇത്രയും യാതനകൾ ഞാൻ അനുഭവിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പവുമില്ലാതെ കൂട്ടുകാരെ നിങ്ങളെപ്പോലെ ഒപ്പം നിങ്ങളുടെ കൂടെ ഞാനും നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് വിഷ്ണു ഭക്തിയുടെ മഹാത്മ്യം.
ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരും. അതിനെ സമനിലയിൽ തരണം ചെയ്ത് കടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഭക്തിയുടെ ശക്തി എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെ കൂടി ഭഗവാന്റെ ഭക്തിയിലുള്ള താല്പര്യമുള്ളവരാക്കി തീർക്കുന്നത് പിതാവായ ഹിരണ്യകശിപു മനസ്സിലാക്കി. അപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ മകനെ വിളിച്ച്, കുലദ്രോഹി, എവിടുന്നാ നിനക്ക് ഈ ബലം കിട്ടിയത്, ഈ ധൈര്യം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമാനും നിർഭയനുമായ പ്രഹ്ലാദൻ അച്ഛനോട് പറയാണ്, എൻ്റെ ശക്തി സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. എൻ്റെ മാത്രമല്ല, അച്ഛൻ്റെയും ഈ ജഗത്തിലെ സർവചരാചരങ്ങളുടെയും ശക്തി ആ വിഷ്ണു ഭഗവാനാണ്. ഈ ലോകം മുഴുവനും ആ ഭഗവാൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തുറന്നു പറയുകയാണ് പിതാവിനോട്. അതിനുള്ള ധൈര്യവും പ്രഹ്ലാദനുണ്ടായി. ഭക്തി ഉറച്ചതാണെങ്കിൽ, അതായത് ഉറച്ച ഭക്തി ഉണ്ടെങ്കിൽ അവിടെ പിന്നെ സംശയമോ ഭയമോ ഉണ്ടാവില്ല. ഭയത്തിനും സംശയത്തിനും പിന്നെ ഒരു സ്ഥാനവുമില്ല. ഭക്തി ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയില്ലേ, അങ്ങനെ ചെയ്യാൻ പാടുമോ, ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലും. അങ്ങനെയുള്ള ഈ ഭയം, ഈ സംശയമൊക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഉറച്ച ഭക്തി, ഉറച്ച വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭയം വരുന്നത്. ശരിയോ തെറ്റോ ദോഷം വരുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പ്രഹ്ലാദൻ നമുക്ക് കാണിച്ചു തരുന്നത്, അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ അവിടെ ഭയത്തിനോ സംശയത്തിനോ സ്ഥാനമില്ല എന്ന്. ശ്ലോകം 10. അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരീതി പ്രബിന്ദേ സ്മസ്തംഭം ചലിത കരവാളോ ദിതിസുധാ അദ പശ്ചാത് വിഷ്ണോ നഹി വദിതും ഈശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാ. അരേ ക്വാ അസൗ സകല ജഗദാത്മാ ഹരിഹി ഇതി പ്രബിന്ദേ സ്മ സ്തംഭം ചലിത കരവാളോ ദിതിസുതഃ അധഃ പശ്ചാത് വിഷ്ണോഃ നഹി വദിതും ഈശ അസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ദിതിസുത, ദിതിയുടെ പുത്രനായ ആ ഹിരണ്യകശിപു ദേഷ്യം വന്നിട്ട് പ്രഹ്ലാദനെ വധിക്കുവാനുള്ള ദേഷ്യത്തോടുകൂടി ചലിത കരവാളഹ, തൻ്റെ വാള് ഉറയിൽ നിന്ന് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് അസൗ സകല ജഗദാത്മാ, അസൗ നിന്റെ ആ വിഷ്ണു സകല ജഗത് സ്വരൂപൻ എന്ന് നീ പറഞ്ഞല്ലോ, ഈ 3 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ആ വിഷ്ണു, ഹരി ക്വാ അരേ അസൗ ക്വാ, എവിടെയാണടാ വിഷ്ണു, എടാ അവൻ എവിടെ എന്നു പറഞ്ഞ് ഇതി സ്തംഭം പ്രബിന്ദേസ്മ, ദേഷ്യം കൊണ്ട് വിറച്ച് ആ തൊട്ടടുത്ത് നിൽക്കുന്ന തൂണ് പിളരുമാറ് ഒരു ശക്തിയോടുകൂടിയ ഒരു അടി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യപൂർവം പ്രഹ്ലാദൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന വിഷ്ണു ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവനും 3 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപമാണെന്ന്. അതങ്ങ് കേട്ടപ്പോൾ ദിതിയുടെ പുത്രനായ ഹിരണ്യാക്ഷന് ദേഷ്യം സഹിക്കാൻ കഴിയാതെ വാളിളക്കിയിട്ട്, ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിന്റെ വിഷ്ണു എവിടെയാണടാ അവൻ, എനിക്ക് കാണണം എവിടെ എന്ന് പറഞ്ഞ് ശക്തിയോടുകൂടി തൂണ് പിളരുമാറ് ആ തൂണിൽ നോക്കി ഒരു അടി കൊടുത്തു. വിഷ്ണു അധഹ, ഹേ സർവവ്യാപിൻ, പിന്നെ പറയാണ്, ഹേ മേൽപ്പത്തൂരാണ് പറയുന്നത് കേട്ടാ, ഹേ സർവവ്യാപിൻ, അധഹ പശ്ചാത്ത്, ഇനി അവിടെ എന്താണ് സംഭവിച്ചത്, ഇതിനപ്പുറം ഉണ്ടായത്, സഹസാവതിതും പെട്ടെന്നങ്ങ് പറയുവാൻ, നഹി ഈശഃ അസ്മി, ഞാൻ ശക്തനല്ല ഭഗവാനെ. അല്ലയോ സർവവ്യാപിൻ, ആ തൂണിൽ ഹിരണ്യകശിപു ആ തൂണിൽ ഇടിച്ചപ്പോൾ പിന്നീട് അവിടെ നടന്നത് പെട്ടെന്നങ്ങ് പറയുവാനുള്ള ശക്തി എനിക്കില്ലല്ലോ ഭഗവാനെ. കൃപാത്മൻ, കൃപാമയനും വിശ്വാത്മൻ, വിശ്വമയനുമായ
പവനപുരവാസിൻ. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, മാം മൃഡയഃ, എനിക്ക് ശക്തി തരണേ. അതായത് പ്രഹ്ലാദനെ വധിക്കുവാനുള്ള ദേഷ്യത്തോടുകൂടി ഹിരണ്യകശിപു വാളങ്ങ് ഇളക്കിയിട്ട്, എവിടെയാണടാ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു ഭഗവാൻ, വിഷ്ണു എവിടെ, ആ വിഷ്ണു എവിടെ എന്ന് ചോദിച്ച് മകനെ അട്ടിക്കാനുള്ള ദേഷ്യത്തോടു കൂടി മുഴുവൻ ശക്തിയും എടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന തൂണിൽ നോക്കി ഒരു അടി കൊടുത്തു എന്ന്. പിന്നീട് അവിടെ സംഭവിച്ചത് പറയാനുള്ള ശക്തി എനിക്കില്ലല്ലോ എന്ന് മേൽപ്പത്തൂരിലൂടെ പറയാണ്. അല്ലയോ ഗുരുവായൂരപ്പ, കൃപാമയനും വിശ്വമയനുമായ ഭഗവാനെ, അത് പറയാനുമുള്ള ശക്തി എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ അവസാനിക്കുകയാണ്.